ഇതാണ് ഒരു ഡാർക്ക് സീനാണല്ലോ. ഞാനൊരു അനാഥനാണ്. ആഹാ, അച്ഛനമ്മ ഇല്ലേ? അച്ഛനും അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങള് കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. ചേട്ടൻ 2 കല്യാണം കഴിച്ച് അതിൽ 4 മക്കളുണ്ട്. അല്ല പിന്നെ എങ്ങനെ അനാഥനാവുന്നത്? അല്ല, ഞാൻ 42 വയസ്സായാലും കല്യാണം കഴിക്കാത്ത ഒരു അനാഥനാണ്. സിംഗിൾ പ്രസംഗ. മണിക്കുട്ടൻ ചേട്ടൻ ചിലപ്പോ എന്റെ വിഷമമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എനിക്ക് 42 ആയിട്ടില്ല. അല്ല, എനിക്ക് 42 ആയി, അതുകൊണ്ടാണ്. കാരണം ഈ സിംഗിൾ പ്രസംഗ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് ചിരിയായിരിക്കും. കാര്യം രാവിലെ എണീക്കുമ്പോ എടിച്ചോട കുട്ട, ഗുഡ് മോർണിംഗ് മുത്തേ, ഫുഡിയോ, എല്ലാം പോയിട്ട് രാത്രി എന്താണ് ഇട്ട് കിടക്കുന്നത്, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ടറിയാവോ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ശാപമാണ്, എനിക്ക് കിട്ടിയ ശാപം. എന്ത് ശാപ? ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള മോഹം എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ മോഹം വന്നപ്പോ ഞാൻ നേരെ ഒരു പക്ഷിശാസ്ത്രജ്ഞന്റെ അടുത്ത് എന്നിട്ട് ചീട്ടെടുത്ത് നോക്കിയപ്പം തവള. അങ്ങനെയൊക്കെ ഉണ്ടതില്. ചീട്ടിൽ ഇതുവരെ തവളെ കണ്ടിട്ടില്ലല്ലോ. തവള എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തവള ശാപമാണെന്ന്. തവള ശാപം അതെന്താണ് തവള അത് ശാപം? എന്റെ പെങ്ങള് പഠിക്കുന്ന സമയത്ത് എന്തോ സർജറി ചെയ്തെന്തോ പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ലേ, അതിനുവേണ്ടി ഞാനൊരു തവളയെ പിടിച്ച് അവക്കൊണ്ട് കൊടുത്തു. പ്രണയബദ്ധരായിരുന്ന 2 തവളകൾ തമ്മിൽ ഇരുന്ന സമയത്താണ് അതിൽ നിന്നൊരു തവളയെ ഞാൻ പിടിച്ചുകൊണ്ട് പോയത്. സുവോളജി ക്ലാസ്സിൽ ആ ശാപം എനിക്ക് കിട്ടി. അങ്ങനെ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു 101 തവളകളെ പിടിച്ച് ഈ ശാപം മാറിയാലേ എന്റെ കല്യാണം നടക്കുള്ളൂ. ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ 101 തവളകളെ പിടിച്ച് ഞാൻ എന്റെ ശാപം മാറി വന്നപ്പോ എനിക്ക് 42 വയസ്സായി. അതാണ് വിഷയം. എനിക്കൊരു വേറൊരു അബദ്ധം കൂടെ ഈ ശാപത്തിനിടെ പറ്റി. അതായത് സ്നേഹിക്കുന്ന പെണ്ണിന്റെ ആദ്യത്തെ അക്ഷരം ഞാൻ സ്റ്റാച്ചു അടിച്ചു വെക്കും. അങ്ങനെ ടാറ്റു അടിച്ചടിച്ച് വെച്ചു. ഇപ്പൊ ഇതാ അവസ്ഥ. എന്താ ഒരു മിനിറ്റ് ഒന്നുകൂടെ കാണിച്ചേ. എലീനാന്നോ? എന്ത് സംഭവം? അല്ല, ഇതെങ്ങനെ സംഭവിച്ചെന്താ? അതായത് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് എലിസബത്ത്, രണ്ടാമത്തെ ലെന, മൂന്നാമത്തെ ഇന്ദു, നാൻസി, അശ്വതി, എല്ലാം കൂടി ചേർന്ന് ഇപ്പൊ ടാറ്റു അടിച്ചു വന്നപ്പോ എലീനെന്നാ. ഇപ്പൊ ജോത്സ്യം പറഞ്ഞേക്കുന്ന ഇതെല്ലാം ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളോട് ദ്രോഹം ചെയ്യുന്നതിനേക്കാളും ഈ കുട്ടി എവിടെയുണ്ടോ അവളെ കല്യാണം കഴിച്ച് ദ്രോഹം ചെയ്യാം. അല്ലല്ല, കല്യാണം കഴിച്ച് അവളോടൊത്ത് ജീവിക്കാനാണ് ജോത്സ്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനാണ് വന്നത്. ഓക്കെയാണ്, നല്ല എല്ലാവരും കൂടി പറഞ്ഞു ഒന്ന് സമ്മതിപ്പിച്ചു തരാം. നല്ല സമ്മതം അല്ലേ ഏട്ടാ? അല്ലെ, അവന്റെ ജീവിതം തീരുമാനമാക്കാനുള്ള എല്ലാ അല്ലേ? മ്യൂസിക് പ്രണയം പറ്റില്ല. ഇവിടെ മനസ്സിലാ ചേട്ടാ, ഇതിപ്പോ പല പെണ്ണുങ്ങളുടെ പേര് എഴുതിയല്ലേ ഇത് വന്നത്? അല്ല അല്ല, അങ്ങനെ എഴുതിയതാണെങ്കിൽ എന്റെ മനസ്സിൽ ഇതങ്ങ് പതിഞ്ഞു പോയി. ചേട്ടാ ഒന്ന് പറയട്ടെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? 42 വയസ്സായി, ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ആരെങ്കിലും തപ്പി പിടിച്ച് തരാം. എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ കെട്ടണം എന്നാണോ? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അത് എനിക്ക് പ്രശ്നമാണ്. അല്ല, പുള്ളിയുടെ കൈ പോലും ഇങ്ങനെ ഇല്ല കേട്ടോ. ഇല്ല, രോഹിത്തിന്റെ കയ്യിലുണ്ടോ? ഫോണിൽ പോലും സേവ് ചെയ്തിട്ടില്ല. അത് നടക്കത്തില്ല. രോഹിത്തിന്റെ വീട്ടുകാരൊക്കെ ഇത് ഷോ കാണുന്നതാണ്. അവരെന്ത് വിചാരിക്കും? അവര് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ അവരെന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ എലീനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഒരു ഭാര്യയുടെ കടമ. എന്നും അങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഇങ്ങനെ റോത്ത് എടുത്ത് പോയി പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അത് മറന്നേക്കത് അങ്ങനെ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് എലീന പുള്ളിനെ സ്വീകരിക്കാത്തത്? ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളാണ്. പുള്ളിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഞാനപ്പോ എന്താ രോഹിത്തിന്റെ അടുത്ത് പോയിട്ട് രോഹിത്ത് എന്നെ ഒരാൾ ടാറ്റു ചെയ്ത് വന്നോണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവാന്ന് പറയാൻ പറ്റുമോ? അല്ല, രോഹിത്ത് പേര് എഴുതിയിട്ടില്ലല്ലോ. അതൊരു റീസൺ ആണോ? അല്ല, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ എന്താണ് എലീനെ കൊടുക്കുന്ന ഓഫർ? ഞാൻ ഏറ്റവും വലിയൊരു ഓഫറാണ് ഞാൻ എലീനയ്ക്ക് തരാൻ പോകുന്നത്. അതായത് എന്താണെന്നുള്ളത്, അതായത് വണ്ടിത്തടം പഞ്ചായത്തിൽ ഇറങ്ങി തിരക്കി നോക്കണം. കോഴി സുഗുവിന്റെ മകന്റെ വീട് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരും. ഉഗ്ര ഫാമിലി, അന്തസ്സായ വീട്. ആ പഞ്ചായത്ത് ഇത്രയും അന്തസ്സുള്ള ഒരു വീട് അല്ല. ഇവിടെ വന്ന് കിടന്ന് ഷോർട്ട് ബ്രേക്ക്, സ്വാഗതം, ആവശ്യമില്ലാത്ത കയ്യടി, ചിരി ഒന്നും വേണ്ട. രാവിലെ ഞാൻ എന്ത് ജോലിക്കും പോയി ഞാൻ ജോലിക്ക് പൊക്കോളാം. കിട്ടുന്നത് ഉണ്ടാക്കി നമ്മളെ പിള്ളേരുമായിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം.
ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ പ്ലീസ് ഇല്ല, ഇല്ല. ചേട്ടാ. തറവാട് കൊണ്ടും എല്ലാം കൊണ്ടും ഇതൊരു നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഇല്ല അത് പോട്ടെ, അതൊരു ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു തമാശ അല്ല രീതിയിൽ തമാശയല്ല എനിക്ക് തമാശയല്ല ഈ അച്ഛന്റെ പേരെന്താ പറഞ്ഞ പിന്നെ കോഴിസു. കോഴിസു ആ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ആ ടൈറ്റിൽ കിട്ടും, ആ കോഴി എലീന. ഭയങ്കര നല്ല ചോദ്യം. രണ്ടുപേരും ഒരുമിച്ച് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും, അതുകൊണ്ട് വേണ്ട. വളരെയധികം സന്തോഷം, പരിചയപ്പെട്ടതിൽ കൈകൾ ഇറക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതങ്ങ് എടുത്ത് കളയുകയാണ്. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വിടൂ. ആ ഓക്കെ, ഓഫറുമായിട്ട് വന്നതാണ് അപ്പൊ എന്നെ പറഞ്ഞു വിടുവാണല്ലേ. അതെ. പിന്നീട് വിഷമിക്കരുതെന്ന് പറയണം. ഇല്ല. തിരിച്ച് വിളിച്ചാൽ ഞാൻ വരൂല. ഇല്ല തിരിച്ച് വിളിക്കരുത്, ഞാൻ വരില്ല. ഇല്ലല്ലോ ഇല്ലല്ലോ. ആ ഉണ്ണിക്കുട്ടാ, നമുക്കൊരു സംഘടന തുടങ്ങാം. ഓക്കെ, അയ്യടാ. അപ്പൊ എന്തായാലും എനിക്ക് വിളിച്ച് ഇവിടെ ഇല്ല അവിടെ വെറുതെ BGM അറിയാണ്ട് കയറി വന്നതാ. ഈജി വെട്ടും തേക്കണ. ഒരു 3 വർഷം ബാക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചേട്ടൻ വരുന്നെങ്കിൽ, അല്ലെങ്കിൽ 7 വർഷം ബാക്ക് ലൈൻ അടിക്കുന്നതിന് മുമ്പാ വന്നിരുന്നെങ്കിൽ ഒരു വർഷം ഞാൻ പിന്നെ നോക്കിയേനെ. ആ സമയത്ത് തവളെ പിടിക്കാൻ നടന്നു. അതെ, തവളെ മാറ്റി വല്ല അവളെയും പിടിക്കാൻ പോയിരുന്നെങ്കിലും ശരിയെന്നു. I know this. തവളെ മാറ്റി വല്ല അവളെയും പിടിക്കാൻ പോയിരുന്നെങ്കിലും. I know this. This is a classic. This is a Alright. classic. അപ്പൊ നമുക്ക് അത് ശരിയാണ്. തമാശാക്കുന്നതന്നെ പൊക്കോ. എന്റെ പഞ്ചോടെ നമുക്ക് നമുക്ക് ഈ wind up ചെയ്യാം. 5 ഡയലോഗിനെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അവളെ പിടിച്ചു നടക്കുന്നതിന് പകരം അവളെ പോയി പിടിയാണ്. അയ്യോ സോറി. പൊക്കോ. ശരി. ഓഫറുമായിട്ട് നിൽക്കാവുള്ളൂ. വേഗം പറ എന്താ നിന്ന് പുഴുങ്ങാണ്ട് വേഗം പറ. അത് പോകുന്നില്ല. പഞ്ച് പോണ്. പോയിക്കോ.